എടുക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് എക്സ്ട്രീം കാർ. അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇടിയാണ്, മൊത്തത്തിൽ ഇടി കൊടുക്കുന്നത്. ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇന്റർനെറ്റ് കാണുന്ന ഗെയിമാണ്, അല്ലെങ്കിൽ ഇത് കളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പറഞ്ഞു ഇവിടെ ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോപ്പ് സ്പീഡൊക്കെയാണ്. ഇതെന്തോ ആഡ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഓ ശരിയല്ല കേട്ടാ, ഇത് ഞാൻ ഇപ്പം തന്നെ പറയാണ്. ഗെയിമിന് ഓരോ റേറ്റിങ്സ് ഒക്കെ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീനാണ് മൊത്തത്തിൽ. ഇപ്പോൾ ആകെ റേറ്റിംഗ് പിന്നെ ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. മ്യൂസിക്കൊന്നും ഇടുന്നില്ല ചിലപ്പോൾ. ഇതിൻ്റെ ഒരു കളിച്ച മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക്കൊന്നും നമുക്ക് കേൾക്കണ്ട. പൊട്ട മ്യൂസിക്കൊക്കെയാണ്. വണ്ടി ഓടിക്കാൻ തീരെ അറിയാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ബക്സിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പ്ലേബിളൊക്കെ ആണ്. ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഒരു ഫേമസ് സോക്കർ പ്ലെയർ ഉണ്ട്, ആ ഒരു ഫേമസ് സോക്കറിൽ നമുക്ക് അടിപൊളിയായിട്ട്. ഇവിടെ ഒന്നും അധികം കാണില്ല, എയർപോർട്ടായതുകൊണ്ട്. എയർപോർട്ടിൽ മുന്നേ കളിച്ചിരുന്നു, ബട്ട് വേറൊരു സോക്കർ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പോൾ 1-2 ആൾക്കാരൊക്കെ ജസ്റ്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് മറ്റെടുത്ത് പോയാൽ എല്ലാരും ഇങ്ങനെ കൂട്ടത്തോടെ കളിക്കുന്ന ഒരു സോക്കർ ഉണ്ടല്ലോ, അവിടെ പോയാൽ നമുക്ക് ഇവിടെ പോകണ്ട. എക്സിറ്റ് കണ്ടുപിടിക്കണം. എക്സിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കട്ടെ. Not every signal is a signal. Trading analytics that soft. ഇത് ഗൈസ് മാപ്പ് എന്താ എടുക്കാൻ പറ്റുന്നില്ല. മാപ്പ് എടുക്കാൻ പറ്റുന്നില്ല. എന്താ എന്തുകൊണ്ട് എനിക്കറിയില്ല. ഈ ഗെയിമിൽ അങ്ങനത്തെ കുറെ പാളിച്ചകളൊക്കെ ഉണ്ട്. ഓട്ടോ യെസ് ഗൈസ്, ഫൈനലി ഞങ്ങൾ വന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക്, ഈ കാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്തത് കൊറേ സോൺ പ്ലീസ് വെയിറ്റ്. നമുക്ക് ഫേമസ് അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്കറിയില്ല. ഇവിടെ നിന്ന് അധികം ആൾക്കാർ വരാറില്ല. തൊട്ടാ ആഡായുണ്ടെന്ന് തോന്നുന്നു. ഈ സോണിനൊക്കെ ആഡ് വേണം. അപ്പൊ ഞാനൊരു മാസത്തേക്ക് നോ ആഡ്. ഇവിടെ കുറെ സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോണ് വരുമ്പോൾ ഞാൻ ഒരു മാസത്തേക്ക് ഫ്രീ ഉണ്ട്. സോൺ ഒന്നും ആഡ് വേണം. അത് എടുത്തിട്ടാണ്
ഇത് കണ്ട ഈ ഫോണിന്റെ അതാ നമ്മളെ ഫേമസ് കാലെത്തി അവിടെ അധികം ആൾക്കാർ എന്തുകൊണ്ടാന്ന് അറിയില്ല. സാധാരണ ആൾക്കാരൊക്കെ വരാം, കളിക്കാരൊക്കെ നല്ലല്ലോ. ഇവിടെ ആൾക്കാരുണ്ട് കുറെ എണ്ണൊക്കെ ലോഡാണല്ലോ. അപ്പോ കാര്യം ഈ ഗെയിം കുഴപ്പമില്ലാത്ത വലിയ കാര്യമുള്ളതൊന്നുമല്ല. എന്നാലും നിങ്ങൾക്കിപ്പോ അധികം GB ഒന്നും ഇല്ലാണ്ട് ഒരു ഓൺലൈൻ പ്ലെയർ ഫ്രണ്ട്സുകളൊക്കെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റാണ്. അവിടെ പതുക്കെ പതുക്കെ ആൾക്കാർ കൂടിയിട്ടാ. ഇതാണ് നമ്മുടെ പൂള് പോലത്തെ ഇത് കണ്ട ഇവരൊക്കെ വന്നിട്ട് ഇതിനൊക്കെ പറപ്പിച്ച് ആകാശത്തോടെ പറപ്പിച്ചങ്ങോട്ട്. ഇത് ആട് ഭയങ്കര രീതിയിൽ ശല്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പ്ലേയബിൾ അല്ല ഇത്. എന്നാലും ഫ്രണ്ട്സുകളെ കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് കളിക്കാൻ ഭയങ്കര ഫണ്ണാണ്. ചെറിയൊരു MB-യില് ചെറിയ GB-യിലൊക്കെ കാർ പാർക്കിങ്ങിന്റെ പോലെ അത്ര വലിയ GB വരാൻ ചാൻസ് ഇല്ല. ഇപ്പൊ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. കുറെ അപ്ഡേറ്റ്സ് അതിനനുസരിച്ച് ഇങ്ങനെ GB എനിക്കൊക്കെ കൂടി പിന്നെ ഇതിന്റെ ഇത് കണ്ടോ, ഇത് ഉള്ളൊന്നും ഈ ചില ഇതിന്റെ ഇന്നാലും ഇച്ചിരി വൃത്തിയുള്ള ഒരു ചിലതൊക്കെ ഭയങ്കര ബഗ്ഗായിട്ടുള്ള ഒരു ഉള്ളാണ്. സോ നമുക്ക് ബഗ്ഗായിട്ടുള്ള ഉള്ളൊന്നും എടുക്കണ്ട. അതിനെക്കാട്ടും ഭേദം പുറം തന്നെ. ഇത് ഭയങ്കര ബഗ്ഗാണ്. പിന്നെ നല്ല രീതിയിൽ ഭയങ്കര രീതിയിൽ ഇതൊക്കെ ഇതാവുണ്ട്. പിന്നെ നിങ്ങൾ ഇനി അടുത്തത് എന്താണ് കളിക്കേണ്ടതെന്ന് പറ. ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഫ്രണ്ട്സുകളെ കൂടെ കളിക്കാം. ഓൺലൈനിലൊന്ന് ജസ്റ്റ് കളിക്കാം. എൻ്റെ ഒരു ചെറിയ MB ചെറിയൊരു ഇതിലൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി ഗെയിമാണിത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പ്ലേ സ്റ്റോറിൽ എക്സ്ട്രീം കാർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ അതിൽ കാണാം. ഒരു ജസ്റ്റ് ഒരു പ്ലേയബിൾ അത്രേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഒരു പെരുന്നാളാണ് ഇതിൻ്റെ അകത്ത്. ഭയങ്കര ആഡാണ്. ഇപ്പം ഇത് കണ്ട എൻ്റെ നൈട്രോ റീഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിലോട്ടൊന്നും അടുക്കാറില്ല. ഇവിടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കിനി ഈ ഗെയിം കളിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. എക്സ്ട്രീം കാറിനെ കുറിച്ച് നിങ്ങൾക്ക് എത്തിയിട്ട് എന്താ അഭിപ്രായം പറയുക.